ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടുള്ള കോശത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് കോശസ്തരം, അതേപോലെ കോശദ്രവ്യം, മർമ്മം. ഈ മൂന്നുമാണ് കോശത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഇനി അതിൽ നമ്മൾ കോശാംഗങ്ങൾ വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ അന്ന് ജസ്റ്റ് ഒരു സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് കോശത്തിന്റെ ഘടന വരഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ കോശത്തിന്റെ ഔട്ടർ മോസ്റ്റ് പാർട്ട്, അതായത് പുറമേ കാണുന്ന ആ ലെയറിനാണ് നമ്മൾ പറയുന്നത് കോശസ്തരം എന്ന് പറയുന്നത്. ഈ പുറമേ കാണുന്ന ഈ പാർട്ടാണ് നമ്മൾ കോശസ്തരം എന്ന് പറയുന്നത്, അതായത് ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ സെൽ. ഇതാണ് നമ്മുടെ കോശസ്തരം. ഇത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വരയ്ക്കാൻ പോണത് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളാണ്. കോശസ്തരം അനിമൽ സെല്ലിലും, അതായത് ജന്തുകോശത്തിലും സസ്യകോശത്തിലും കോശസ്തരം പ്രസൻ്റ് ആണ്. ഇനി സസ്യകോശമാണെങ്കിൽ കോശസ്തരത്തിൻ്റെ പുറത്ത് ഒരു കോശഭിത്തി കൂടി ഉണ്ടായിരിക്കുന്നു നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പാർട്സാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്മുടെ കോശദ്രവ്യം, അതായത് ഒരു സെമി ഫ്ലൂയിഡ് ലൈറ്റ് സബ്സ്റ്റൻസ്, അതാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ കോശദ്രവ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഫ്ലൂയിഡ് സബ്സ്റ്റൻസിനാണ് നമ്മൾ കോശദ്രവ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പ്രധാനപ്പെട്ട ഭാഗം എന്തെന്ന് പറഞ്ഞു, മർമ്മം. അപ്പോൾ മർമ്മമാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. മർമ്മം, അതായത് കോശത്തിൻ്റെ കേന്ദ്രഭാഗം, നമ്മൾ ന്യൂക്ലിയസ് എന്നൊക്കെ പറയും. അതാണ് നമ്മൾ ജസ്റ്റ് വരയ്ക്കുന്നത്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്ട്രക്ചർ ആയിരിക്കും, അത് സെൻട്രലായിക്കൊള്ളണമെന്നൊന്നുമില്ല മർമ്മം. ഇനി മർമ്മത്തിന് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്, അതായത് ഈ മർമ്മത്തിൻ്റെ ഓരോ ഭാഗത്തിനെയും നമുക്ക് ഏതൊക്കെയാണെന്ന് പഠിക്കാം. അപ്പം മർമ്മത്തിൻ്റെ ഈ ഔട്ടർ മോസ്റ്റ് ലെയർ, അതായത് പുറത്തെ സ്തരം, അതിനെയാണ് നമ്മൾ മർമ്മസ്തരം എന്ന് പറയുന്നത്. അതായത് ഈ പുറത്ത് കാണുന്ന ഇരുപാളികളാണ്, അതായത് ചെറിയ 2 ലെയർ പോലെ കാണപ്പെടുന്ന മർമ്മത്തിൻ്റെ പുറത്ത് കാണുന്ന ഈ പാളിനെയാണ് നമ്മൾ മർമ്മസ്തരം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മർമ്മസ്തരം, അതിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ കോശദ്രവ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സെമി ഫ്ലൂയിഡ് സബ്സ്റ്റൻസ്, ആ മർമ്മത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ആ സെമി ഫ്ലൂയിഡ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മർമ്മദ്രവം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലും ഉണ്ട്. ഇതാണ് നമ്മുടെ മർമ്മദ്രവം. ഇനി മർമ്മദ്രവം, അതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനം കൂടിയുണ്ട്, അതായത് ഒരു റൗണ്ട് ലൈക്ക് സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ മർമ്മകം എന്ന് പറയുന്നത്. മർമ്മത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു റൗണ്ട് സ്ട്രക്ചറിനെയാണ് നമ്മൾ മർമ്മകം എന്ന് പറയുന്നത്. ഇതാണ് മർമ്മകം. അപ്പോൾ ഇതാണ് മർമ്മത്തിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. മർമ്മസ്തരം, പുറമെ കാണുന്ന ഇരുപാളികളുള്ള ലെയറിനെയാണ് നമ്മൾ മർമ്മസ്തരം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ദ്രവരൂപത്തിലുള്ള സബ്സ്റ്റൻസ് ആണ് മർമ്മദ്രവം. ഒരു ഗോളാകൃതിയിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് മർമ്മകം. അതിൻ്റെ പുറമെ മർമ്മത്തിൻ്റെ ഉള്ളിൽ, അതായത് ഈ മർമ്മദ്രവത്തിൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ, അതായത് നൂല് പോലെ ചുറ്റിപ്പണഞ്ഞിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ക്രോമാറ്റിൻ ജാലിക, അതായത് ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്നൊക്കെ പറയുന്നത്. ഇതിൽ കാണുന്ന നൂല് പോലെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ക്രോമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്നൊക്കെ പറയുന്നത്. ക്രോമാറ്റിൻ ജാലിക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ക്രോമാറ്റിൻ ജാലികയിലാണ് നമ്മുടെ ജീൻസ് ഒക്കെ കാണപ്പെടുന്നത്. ഈ ക്രോമാറ്റിൻ ജാലികയിലാണ്. അതേപോലെ മർമ്മകത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റൈബോസോമിന്റെ പ്രൊഡക്ഷൻ ആണ് ഈ മർമ്മകം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മർമ്മത്തിന്റെ മെയിൻ പാർട്സ് ആണ്
മർമ്മകം, മർമ്മദ്രവം, മർമ്മസ്തരം, ക്രോമാറ്റിക് ജാലിക. ഇത്രയും സ്ട്രക്ചേഴ്സ് നമ്മുടെ മർമ്മത്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ മർമ്മത്തിന്റെ സ്തരത്തിൽ ചെറിയ സുഷിരങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഈ മർമ്മ സ്തരത്തിൽ കാണുന്ന ചെറിയ ചെറിയ സുഷിരങ്ങൾ, അതിനെയാണ് നമ്മൾ മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. ഇതിൽ കാണുന്ന മർമ്മസ്തരത്തിലുള്ള സുഷിരം മർമ്മരന്ധ്രം. അപ്പൊ ഈ മർമ്മരന്ധ്രം ഹെൽപ്പ് ചെയ്യണത് പദാർത്ഥങ്ങളുടെ സംവഹനത്തിനാണ് മർമ്മരന്ധ്രം ഹെൽപ്പ് ചെയ്യണത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മർമ്മത്തിന്റെ വിവിധ ഭാഗങ്ങൾ. ഇനി നമ്മുടെ കോശത്തിലുള്ള മറ്റ് കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലാണ് നമ്മുടെ കോശദ്രവ്യത്തിലാണ് നമ്മുടെ കോശാംഗങ്ങൾ കാണപ്പെടുന്നത്. ആദ്യത്തെ കോശാംഗം, ആദ്യത്തെ എന്നില്ല, ഏത് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ആദ്യം വരുന്നത് നമുക്ക് മൈറ്റോകോൺട്രിയ നോക്കാം. മൈറ്റോകോൺട്രിയ ഇങ്ങനെ ഒരു ഷേപ്പിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈറ്റോകോൺട്രിയ നമ്മുടെ ഊർജ ഉൽപാദനത്തിനും സംഭരണത്തിനുമാണ് മൈറ്റോകോൺട്രിയ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്ട്രക്ചറാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ഊർജ ഉൽപാദനത്തിനും ഊർജ സംഭരണത്തിനുമാണ് മൈറ്റോകോൺട്രിയ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നതും, അതായത് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നതും ഈ മൈറ്റോകോൺട്രിയയാണ്. അതായത് പവർ ഹൗസ് ഓഫ് ദ സെൽ, ഊർജ നിലയം എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. അപ്പോൾ ഊർജ ഉൽപാദനം, ഊർജ സംഭരണം എന്നിവയാണ് മൈറ്റോകോൺട്രിയയുടെ മെയിൻ ഫങ്ഷൻ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഇങ്ങനെ നമ്മുടെ മർമ്മത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക. അപ്പൊ ഈ അന്തർദ്രവ്യ ജാലിക രണ്ട് തരത്തിലുണ്ട്. അതിന്റെ റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള അന്തർദ്രവ്യ ജാലികയുണ്ട്, റൈബോസോംസ് അറ്റാച്ച് ചെയ്യാത്ത അന്തർദ്രവ്യ ജാലികയുണ്ട്. അങ്ങനെ രണ്ട് ടൈപ്പിലുണ്ട്. അതായത് റൈബോസോംസ് അറ്റാച്ച് ചെയ്തതിനെ നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നും റൈബോസോംസ് അറ്റാച്ച് ചെയ്യാത്തതിനെ നമ്മൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നാണ് പറയുക. അതായത് റൈബോസോംസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ കാണുന്ന ചെറിയ ബോൾ ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഇത് നമ്മുടെ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അതല്ലാതെ നമുക്ക് റൈബോസോംസ് ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് കാണാം, ഫ്രീ ആയിട്ട് റൈബോസോംസ് കാണാം. അപ്പം റൈബോസോംസ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലില് മാംസ്യ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കോശാംഗമാണ് റൈബോസോം. അപ്പം മാംസ്യ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന കോശാംഗമാണ് റൈബോസോം എന്ന് പറയുന്നത്. അപ്പം റൈബോസോംസ് സെല്ലിൽ ഫ്രീ ആയിട്ടും കാണാം, അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തിട്ടും കാണപ്പെടുന്നതാണ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പദാർത്ഥ സംവഹനാണ്. കോശത്തിന്റെ ഉള്ളിലുള്ള പദാർത്ഥ സംവഹനാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ മെയിൻ ഫംഗ്ഷൻ. ദെൻ റൈബോസോമിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാംസ്യ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് റൈബോസോംസ്. ഇനി നമ്മുടെ ഗോൾഗി ബോഡീസ്, അതായത് ഗോൾഗി കോംപ്ലക്സ്, ഈ ഗോൾഗി കോംപ്ലക്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഗോൾഗി കോംപ്ലക്സ് ഇതാണ്. ഗോൾഗി കോംപ്ലക്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ശരീരത്തിലുള്ള സെല്ലിലുള്ള രാസാഗ്നികള്, ഹോർമോണുകള്, ശ്ലേഷ്മം അതിനെയൊക്കെ ചെറു സഞ്ചികളിലാക്കുക എന്നതാണ് ഈ ഗോൾഗി കോംപ്ലക്സിന്റെ ഫംഗ്ഷൻ. എന്താണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മം അതിനെയൊക്കെ ചെറിയ സഞ്ചികളിലാക്കുക എന്നതാണ് ഗോൾഗി കോംപ്ലക്സിന്റെ ധർമ്മം. റൈബോസോം എന്ന് പറഞ്ഞാൽ മാംസ്യ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് റൈബോസോംസ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറഞ്ഞാൽ കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. അതേപോലെ തന്നെ കോശത്തിന് ഒരു ഷേപ്പ് നൽകാനും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം സഹായിക്കുന്നുണ്ട്. അതായത് കോശത്തിന് ഒരു രൂപം നൽകാൻ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. പിന്നെ കോശം മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഊർജ്ജ ഉൽപാദനം, ഊർജ്ജ സംഭരണം എന്നിവയാണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ. അപ്പോൾ മൈറ്റോകോൺട്രിയ നമ്മുടെ കോശത്തിലെ ഊർജ്ജ നിലയം, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. പിന്നെ നമ്മുടെ ഇതിൽ കാണുന്ന വേറൊരു ഭാഗമാണ് സെൻട്രോസോം. അപ്പൊ സെൻട്രോസോം എന്ന് പറയുന്നത് നമ്മുടെ എനിമൽ സെല്ലിൽ മാത്രമാണ് കാണപ്പെടുന്നത്. സെൻട്രോസോം അത് എനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് സെൻട്രോസോം. അപ്പൊ സെൻട്രോസോം സെൻട്രിയോൾസ്, ഈ സെൻട്രോസോമിന്റെ ഉള്ളിലാണ് സെൻട്രിയോൾസ് കാണപ്പെടുന്നത്. അതായത് കോശ വിഭജനത്തിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോൾസ് കാണപ്പെടുന്നത് ഈ സെൻട്രോസോമിന്റെ ഉള്ളിലാണ്. അതായത് കോശ വിഭജനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗം. അടുത്തത് നമ്മുടെ ഫാനം, വാക്യൂൾ എന്നറിയപ്പെടുന്നത്. അത് നമ്മുടെ അനിമൽ സെല്ലിലാണെങ്കിൽ സ്മോൾ വാക്യൂൾ ആയിരിക്കും. ഇപ്പം ഞാൻ വരച്ചത് അനിമൽ സെല്ലാണ്, കാരണം പുറത്ത് ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള കോശഭിത്തി ഇല്ല. അതുകൊണ്ട് അനിമൽ സെല്ലാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ അനിമൽ സെല്ലിൽ ഫാനം എന്ന് പറയുന്നത്, വാക്യൂൾ എന്ന് പറയുന്നത് സ്മോൾ വാക്യൂൾ ആയിരിക്കും. നേരെ മറിച്ച് പ്ലാന്റ് സെല്ലിലാണെങ്കിൽ നമുക്കൊരു ലാർജ് വാക്യൂൾ അവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പൊ ഈ ഫാനത്തിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളം, വിസർജന അവശിഷ്ടങ്ങൾ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കലാണ് ഫാനത്തിന്റെ മെയിൻ ഫങ്ഷൻ. സെല്ലില് ലൈസോസോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടും കൂടിയുണ്ട്. അതായത് ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന ഭാഗമാണ്. സെല്ലിന്റെ ആത്മഹത്യ സഞ്ചി എന്നറിയപ്പെടുന്ന ഭാഗമാണ് ലൈസോസോം. ഈ ലൈസോസോം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെല്ലിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാനാണ് ഈ ലൈസോസോം ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് സൂയിസൈഡൽ ബാഗ്, ആത്മഹത്യ സഞ്ചി എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു സെല്ലിന്റെ ആയുസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലൈസോസോം ആ സെല്ലിനെ സ്വയം നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സെല്ലിന്റെ ഉള്ളിലത്തെ ഭാഗങ്ങൾ, അതായത് കോശാംഗങ്ങൾ. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ കോശസ്തരം, കോശദ്രവ്യം, കോശദ്രവ്യത്തിന്റെ ഉള്ളിലാണ് മറ്റു കോശാംഗങ്ങൾ കാണപ്പെടുന്നത്. മെയിൻ പാർട്ട് മർമ്മം, മർമ്മത്തിനും ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. മർമ്മദ്രവം, മർമ്മസ്തരം, ക്രൊമാറ്റിൻ ജാലിക, മർമ്മകം, ഇതൊക്കെ മർമ്മത്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന പാർട്സ് ആണ്. ഇനി ജീവദ്രവം. എന്താണ് ജീവദ്രവം? ജീവദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവദ്രവം അഥവാ പ്രോട്ടോപ്ലാസം. ജീവദ്രവത്തിനെ നമ്മൾ പ്രോട്ടോപ്ലാസം എന്നാണ് പറയുന്നത്. അപ്പൊ പ്രോട്ടോപ്ലാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോശസ്തരത്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന എല്ലാ ഭാഗങ്ങളെയും കൂടിയിട്ടാണ് നമ്മൾ ജീവദ്രവം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. കോശസ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന ഭാഗങ്ങളെല്ലാം കൂടി ചേർന്നതാണ് ജീവദ്രവം. ഇനി നമ്മുടെ എന്താണ് കോശദ്രവം? നമ്മൾ ആദ്യം പറഞ്ഞതാണ് കോശദ്രവം ഉണ്ട്, കോശദ്രവ്യമുണ്ട്. അപ്പൊ എന്താ ജീവദ്രവം കോശദ്രവവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോശദ്രവം എന്ന് പറയുന്നത് മർമ്മം ഒഴികെയുള്ള ഭാഗം, അതായത് കോശസ്തരത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ കോശദ്രവം എന്ന് പറയുന്നത്.
മർമ്മം കൂടിയിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ മർമ്മം കൂടിയുള്ളതിനെ, അതായത് കോശസ്തരത്തിന്റെ ഉള്ളിലുള്ള മൊത്തത്തിലുള്ള എല്ലാ ഭാഗത്തിനെയും കൂടിയാണ് ജീവദ്രവം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മർമ്മം ഒഴിവാക്കി കഴിഞ്ഞാലുള്ള ഭാഗമാണ് കോശദ്രവം അഥവാ സൈറ്റോപ്ലാസം. അപ്പൊ ഇത്രയാണ് നമ്മുടെ കോശത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, കോശത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതിന്റെ ഫങ്ഷൻസ് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കോശം, അതായത് ഏറ്റവും വലിയ കോശം, ഏറ്റവും ചെറിയ കോശം, അതൊക്കെ ഏതാണെന്ന് നോക്കാം. ഏറ്റവും വലിയ കോശം എന്നറിയപ്പെടുന്നത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ കോശം. ഇനി ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മ. ചെറിയ കോശം മൈക്കോപ്ലാസ്മ. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണെന്ന് ചോദിച്ചാൽ അണ്ഡമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. മനുഷ്യ ശരീരത്തിലെ വലിയ കോശം അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുരുഷ ബീജമാണ്, പുംബീജം. അതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം അരുണരക്താണുക്കളാണ്. കൂടുതൽ അരുണരക്താണുക്കൾ, അതായത് റെഡ് ബ്ലഡ് സെൽസ്. ആയുസ് കൂടുതലുള്ള രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ RBC ആണ്. അതായത് ആയുസുള്ള, ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം അതാണ് RBC. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഏറ്റവും ആയുസുള്ള രക്തകോശമാണ് റെഡ് ബ്ലഡ് സെൽസ്. ഇനി ഏറ്റവും ആയുസുള്ള മനുഷ്യ ശരീരത്തിലെ കോശം, അതായത് ഇത് നമ്മൾ രക്തകോശമാണ് പറഞ്ഞത്, ആയുസുള്ള കോശം എന്ന് പറയുന്നത് നമ്മുടെ നാഡീകോശമാണ്. ആയുസുള്ള കോശം നാഡീകോശമാണ്. അത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശവും നാഡീകോശമാണ്. നീളം കൂടിയ കോശം നാഡീകോശമാണ്. അപ്പൊ ഏറ്റവും ആയുസ്സുള്ള കോശം നാഡീകോശമാണ്, ഏറ്റവും നീളം കൂടിയ കോശവും നാഡീകോശമാണ്. ഇനി നമ്മുടെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ആസിഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ആസിഡുകൾ DNA, RNA എന്നിവയാണ് നമ്മുടെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ആസിഡുകൾ. DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും RNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡും. ഇത് രണ്ടുമാണ് നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിൽ, അതായത് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ആസിഡുകൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോശത്തിനെ കുറിച്ച് പറയാനുള്ളത്.